ഹായ് ഓൾ. ഇന്ന് നമുക്ക് ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ രൂപങ്ങൾ എന്ന ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കിവിടെ ഫ്രാക്ഷണൽ ഫോം കണ്ടുപിടിക്കണം. അതായത് ഡെസിമൽ ഫോംസ് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ മലയാളം മീഡിയംകാർക്കാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് ഭിന്നസംഖ്യാ രൂപമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദശാംശ രൂപം നമ്മൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് ഒരു ദശാംശ സംഖ്യ തന്നാൽ അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം അല്ലേ? ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ 0.1 ആണ്. ഈ 0.1 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയുള്ള 0.0 എല്ലാം ഒഴിവാക്കിയിട്ട്, അതായത് ഫ്രണ്ടിലെ ഉള്ള 0.0 ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ നമ്പറിനെ മാത്രം എഴുതണം. ന്യൂമറേറ്ററിൽ, അതായത് അംശത്തിൽ അതാണ് വരുന്നത്. അപ്പോൾ 1 എന്ന് വരും ബൈ. ഇനി നമ്മൾ ഡിനോമിനേറ്ററിലേക്ക്, അതായത് ഛേദത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, പോയിന്റിന് ശേഷം എത്ര സംഖ്യകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു സംഖ്യയാണല്ലോ, അപ്പോൾ നമുക്ക് ഒരു 0 ഉള്ള 10ൻ്റെ പവറാണ് നമ്മൾ കൊടുക്കേണ്ടത്. 10 എന്ന് കൊടുക്കാം അല്ലേ? ഒരു 10ൻ്റെ പവർ 1 ആയിട്ടുള്ള നമ്പറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 1/10 എന്ന് വരും. ഇനി 0.01 നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ ഫ്രണ്ടിലുള്ള 0.0 ഒക്കെ നമ്മൾ ഒഴിവാക്കും. അപ്പോൾ നമുക്കിവിടെ 1 വരും ബൈ. ഇനി നമ്മുടെ ഛേദത്തിലേക്ക് പോവുകയാണെങ്കിൽ പോയിന്റിന് ശേഷം ഇവിടെ എത്ര സംഖ്യകൾ വരുന്നുണ്ട്, 2 സംഖ്യകളാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് 2 0 വേണം കൊടുക്കാൻ. അപ്പോൾ 1/100 എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, 0.11 ആണ് വരുന്നത്. അതായത് 1 എന്ന് പറയുമ്പോൾ 2 നമ്പറാണ്. അത് 0.0 ഫ്രണ്ടിലേത് ഒഴിവാക്കുമ്പോൾ നമുക്ക് 11 എന്ന് വരും. 11 ബൈ പോയിന്റിന് ശേഷം 2 സംഖ്യകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 100 എന്ന് കൊടുക്കാം. 11/100 ആണ് 0.11 വരുന്നത്. ഇനി അടുത്ത സംഖ്യയോ 0.101. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ 0.0 ക്യാൻസൽ ചെയ്യുമ്പോൾ 101 എന്ന നമ്പർ വരും ബൈ പോയിന്റിന് ശേഷം 3 നമ്പർ ഉണ്ട്. അതുകൊണ്ട് 3 zeros നമ്മളവിടെ കൊടുക്കണം. ഓക്കെ, അടുത്ത നമ്പർ വരുന്നത് 0.0101. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഈ ഫ്രണ്ടിലുള്ള സീറോസ് ക്യാൻസൽ ചെയ്യാം അല്ലേ? അപ്പോൾ 101 എന്ന നമ്പറാണ് വരുന്നത് ബൈ. ഇവിടെ പോയിന്റിന് ശേഷം നമുക്ക് കാണാം 1 2 3 4 നമ്പേഴ്സ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് 0യും കൗണ്ട് ചെയ്യാം കേട്ടോ. 4 നമ്പേഴ്സ് വരുന്നതുകൊണ്ട് നമ്മൾ 4 zeros കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഭിന്നസംഖ്യാ രൂപകങ്ങൾ കുറച്ച് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ദശാംശ രൂപങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിലെ ഒരു സംഖ്യയുടെ, അതായത് നമ്മുടെ ദശാംശ സംഖ്യയുടെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഛേദമാണ് കേട്ടോ. അവിടെ നമ്മൾക്ക് 2 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ 5 കൊണ്ട് വേണം ഇൻറ്റു ചെയ്യാൻ. അതായത് 1/2 എന്ന നമ്പറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇനി 5 ആണ് ഡിനോമിനേറ്ററിൽ എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1/5 ആണെങ്കിൽ 2 കൊണ്ട് വേണം നമ്മളതിന് ഇൻറ്റു ചെയ്യാൻ അല്ലേ? എന്നിട്ട് നമുക്ക് അതിനെ എന്താക്കി മാറ്റാൻ പറ്റും, 10 ഡിനോമിനേറ്ററിൽ വരുന്ന രീതിയിൽ ആക്കി മാറ്റാൻ പറ്റും അല്ലേ? രണ്ട് സംഖ്യയിലും അങ്ങനെയാണ് വരുന്നത് അല്ലേ? ഇനി 1/4 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 ആണെങ്കിൽ 25 കൊണ്ട് വേണം നമ്മൾ ഇൻറ്റു ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്കതിന് ഡിനോമിനേറ്ററിനെ 100ലേക്ക് മാറ്റാൻ പറ്റും. ഇനി 1/25 ആണ്, അതായത് 25 ആണ് നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം, 4 കൊണ്ട് വേണം ഗുണിക്കാൻ. അപ്പോൾ 1 × 4 25 × 4 എന്ന് വരും. അപ്പോൾ നമുക്ക് 100ലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇനി 8 ആണെന്നുണ്ടെങ്കിൽ 1/8 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 125 കൊണ്ട് വേണം ഇൻറ്റു ചെയ്യാൻ. 125 ഇൻറ്റു ഇവിടെ എന്ത് വരും, 125 ഇൻറ്റു 8 വരും. 125 ഇൻറ്റു 1 വരും അല്ലേ? അപ്പോൾ 125 ഇൻറ്റു 8 എന്ന് പറയുന്ന നമ്പർ എത്രയാണ്, 1000 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ 1000 എന്ന നമ്പർ കിട്ടും. ന്യൂമറേറ്ററിലാണ് 125 എന്ന് കിട്ടും. എന്നിട്ട് നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡെസിമൽ ഫോമിലേക്ക്, അതായത് ദശാംശ രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇനി ഡിനോമിനേറ്ററിൽ 125 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിന് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 8 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ 1/16, അതായത് 16 ആണ് ഡിനോമിനേറ്ററിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 625 ഇൻറ്റു 16 എന്ന് ചെയ്യണം. ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ 625 കൊണ്ട് ഗുണിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ 625 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 10,000 കിട്ടും. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ 10,000 വരും. ഇനി 625 ആണ് നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 16 ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഡിനോമിനേറ്ററിലും 16 വരും, ന്യൂമറേറ്ററിലും ഇൻറ്റു 16 എന്ന് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു നമ്പർ, ഇപ്പോൾ നമുക്കറിയാത്തൊരു നമ്പറാണ് വന്നത്, അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 16 എന്ന നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. അപ്പോൾ 16 എന്ന നമ്പറിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, എങ്ങനെ ചെയ്യാം, 16 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കിട്ടും അല്ലേ? ഇനി വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. വീണ്ടും ചെയ്യാൻ പറ്റും 2 അല്ലേ? ഇങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും. അതായത് 2 ആണ് 16 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഈ 2 ആണ് 16 എന്ന് നമുക്കറിയാം. ഇനി നമ്മളിവിടെ നോക്കുക, ഇൻറ്റു 5. ഇവിടെ നമുക്ക് ഇൻറ്റു 5 ചെയ്യുന്നു. ഇവിടെയും എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 5 ചെയ്താൽ 10 ആവും. ഇവിടെയും ഇൻറ്റു 5 ചെയ്താൽ 10 ആവും. ഇവിടെയും ഇൻറ്റു 5 ചെയ്താൽ 10 ആവും. അതായത് നമുക്കിവിടെ എത്ര 5 വരുന്നുണ്ട്,
1 2 3 4 അല്ലേ 5⁴ വരുന്നുണ്ട്. ഈ 5⁴ എന്ന് പറഞ്ഞാൽ അതെന്താണ്? 625 ആണ്. 5 × 5 25 ആണ്. അപ്പോൾ 25 × 25 എന്ന് പറയുമ്പോൾ 625 ആണ്. ഓക്കെ, അപ്പോൾ ഈ 625 കൊണ്ടാണ് നമ്മളവിടെ ഇൻറ്റു ചെയ്യേണ്ടതെന്ന് കിട്ടിയാലോ. ഇനി ഇപ്പോൾ കാണിച്ചു തരാം. നമുക്കിവിടെ 16 × 625 ആണെന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് നോക്കിയാൽ മതി, ഈ 16 × 625 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത് നമുക്കറിയില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് അവിടുത്തെ ടെന്നുകളുടെ എണ്ണം നോക്കിയാൽ മതി. അതായത് ഇവിടെ നമുക്കിപ്പോൾ എത്ര 10 വരുന്നുണ്ട്? നേരത്തെ നമ്മൾ പറഞ്ഞു 2⁴, അതായത് 2 4 ടൈംസ് വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ രണ്ടിനെയൊക്കെ നമ്മൾ 5 കൊണ്ട് ഗുണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ 10 എന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു 10 വരും, ഇവിടെയും 10 വരും. ഈ 4 പ്രാവശ്യം നമുക്ക് 10 വരൂലേ. അതായത് 16 × 625 എന്ന് പറയുന്നത് എന്താണ്? 10,000 ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ. അതായത് 4 zeros അവിടെ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ നമ്പറും നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ല, ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള എല്ലാ നമ്പറും നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് മിക്കവാറും വരുന്നത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾക്കിത് ചെയ്ത് നോക്കാം. 3/20 എന്നാണ് ഫസ്റ്റിലെ നമ്പർ. ഈ 3/20 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇൻറ്റു ചെയ്തിട്ടുണ്ടായിരുന്നത്? 5 കൊണ്ടല്ലേ. അപ്പോൾ നമുക്ക് അതേപോലെ 3/20 നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 × 5 15/2 × 5 10 ആണ്, പക്ഷേ 20 ആണ്, അതുകൊണ്ട് 100 എന്ന് കൊടുക്കണം അല്ലേ. അതായത് ഒരു 0 നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി എന്ത് കിട്ടും നമുക്ക്? 15 എന്ന നമ്പർ ഇതേപോലെ എഴുതുക. 2 zeros ആണ്, അപ്പോൾ നമുക്ക് ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ 0.15 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സെറ്റല്ലേ. ഇനി അടുത്തതോ 3/40 ആണ് അല്ലേ. നമ്മൾ 4 ആവുന്ന സമയത്ത് 25 കൊണ്ടാണ് അതിനെ ഇൻറ്റു ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേപോലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയും 25 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ 4 × 25 എത്രയാണ്? 100 ആയിരുന്നു. പക്ഷേ ഇവിടെ 40 ഉള്ളത് കൊണ്ട് നമുക്ക് 1000 എന്ന് കൊടുക്കണം. ഇനി 25 × 3 എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം 75 ആണ്. ഇനി നമ്മളിതിനെ എങ്ങനെയാണ് നമ്മുടെ ദശാംശ രീതിയിൽ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുന്നത്? 75 എന്ന് ആദ്യം എഴുതും. എന്നിട്ട് 1 2 3 നമ്പർ വേണമല്ലേ. ഇവിടെ 1 2 നമ്പേഴ്സേ ഉള്ളൂ. നമ്മൾ ഇവിടെ നിന്നാണല്ലോ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 1 2 നമ്പർ കഴിഞ്ഞിട്ട് നമ്മളൊരു 0 കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ എന്നിട്ട് എന്ത് കൊടുത്താൽ മതി? പോയിന്റ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 3 നമ്പറുകൾ കിട്ടി. അപ്പോൾ എന്താ ആൻസർ വരുന്നത്? 0.075 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തത് 13/40 എന്നാണ് വരുന്നത് അല്ലേ. 13/40 നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ 4 ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു 25 ചെയ്യുന്നു. 13 × 25/40 × 25 എന്ന് വരും. 25 × 4 100 ആയിരുന്നു. ഇവിടെ നമുക്ക് 1000 ആവുന്നുണ്ട്. ഇനി 25 × 13 എന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 25 × 13 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 325 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ 325നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ അതായത് നമ്മൾ ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുക അല്ലേ, ദശാംശ രൂപത്തിലേക്ക് മാറ്റുക. ഇവിടെ 3 പൂജ്യങ്ങളാണ്. 1 2 3 ഇവിടെ പോയിന്റ് വിടും. 0.125 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, സോറി 325 എന്നാണ് ആൻസർ വരുന്നത്. ഇനി 7/80 അല്ലേ. അപ്പോൾ ഈ 7/80 എന്ന് പറയുമ്പോൾ നമ്മൾ 8 ആവുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇൻറ്റു ചെയ്തതെന്ന് നോക്കാം. 125 കൊണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അതിനെ 125 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോൾ നമുക്ക് 8 × 125 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? 1000 ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? 80 ആണ്, 10,000 വരണം. ഓക്കെ, ഡിനോമിനേറ്ററിൽ 10,000 ആവും. ഇനി 125 × 7 ഇത് ചെയ്യുന്ന സമയത്ത് 125 × 7 ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം 875 ആണ് വരുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം 875 എന്ന് എഴുതാം. എന്നിട്ട് ഇവിടെ 1 2 3 4 പൂജ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കിവിടെ 3 സ്ഥാനങ്ങളല്ലേ ഉള്ളൂ. നമ്മൾ ഒരു സ്ഥാനം കൂടെ വരാൻ വേണ്ടിയിട്ട് 0 ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ 0.0875 എന്ന ആൻസർ വരുന്നു. ഓക്കെ, ഇനി 5/16 5/16 ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ഈ 16 എന്ന് പറയുന്ന സംഖ്യനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 625 കൊണ്ട് വേണം നമ്മൾ ഗുണിക്കാനും. അതിന് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 625 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ 625 × 5 എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും 3125 ആണ് കേട്ടോ വരുന്നത്. ഓക്കെ, ഇവിടെ താഴെയാണെങ്കിൽ 625 × 16 തന്നെയാണ്, 10,000 വരും. ഓക്കെ ആണല്ലോ. ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ ഈ നമ്പർ എഴുതുന്നു. 1 2 3 4 zeros ആണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് 0 പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. ഓക്കെ, സെറ്റ് ആയില്ല. അപ്പോൾ എന്ത് വരും? 0.3125 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സെറ്റ് ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് ദ സംസ് ബിലോ. അതായത് ഈ താഴെയുള്ള ഈ ഒരു ഡെസിമൽ ഫോംസ്, അതായത് ഇവിടെ ഉള്ളത് നമുക്ക് എന്താണ്? നമ്മുടെ ഭിന്നസംഖ്യ രൂപത്തിലാണ്. അതിനെ നമ്മൾ ദശാംശ രൂപത്തിൽ എഴുതിയിട്ട് അതിൻ്റെ തുക കാണാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഓരോന്നിൻ്റെയും ദശാംശ രൂപം കാണാം. ഓക്കെ, 1/5 എന്ന് പറയുമ്പോൾ എന്താണ്?
5 ഡിനോമിനേറ്ററിലെ ഛേദത്തിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ 2 കൊണ്ടാണ് ഗുണിക്കുന്നത് അല്ലേ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് ഗുണിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2/10 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 ആണ്. ഓക്കെ, ഇനി 1/25 ആണെങ്കിലോ? 25ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 4 കൊണ്ടാണ് ഗുണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4/100 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. നമുക്ക് എന്ത് കൊടുക്കാം? ഒരു നമ്പറല്ലേ ഉള്ളൂ 4 എന്ന് പറയുന്നത്, ഒരു 0 കൂടി ചേർത്ത് കൊടുത്തിട്ട് 4 ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 0.04 എന്ന് വരും. ഇനി 1/125 എന്നാണ് വരുന്നത്. 125 ആകുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഗുണിച്ചിട്ടുണ്ടായിരുന്നത്? 8 കൊണ്ടാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 1 × 8/125 × 8 എന്ന് വരും. 8/1000 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? 8/1000 എന്ന് പറയുമ്പോൾ 0.008 എന്ന് വരും. അപ്പോൾ 0.2, 0.04, 0.008 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ സമ്മ് കാണണം, അതായത് തുക കാണണം. അപ്പോൾ നമ്മളത് എഴുതണം നല്ല വൃത്തിയിൽ, നല്ല രീതിയിൽ തന്നെ എഴുതണം കേട്ടോ. ആദ്യം 0.2 ആയിരുന്നു, പിന്നെ 0.04 ആയിരുന്നു, പിന്നെ 0.008 ആയിരുന്നു. പോയിന്റുകളൊക്കെ ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ എഴുതണം. പിന്നെയോ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഹോൾ നമ്പർ ഉണ്ടാവുമല്ലോ, അതായത് നമ്മുടെ സംഖ്യാഭാഗം, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരേ ലെവലിൽ എഴുതുന്ന രീതിയിൽ എഴുതണം. പിന്നെ നമ്മുടെ ദശാംശ ഭാഗം അതെന്ത് ചെയ്യണം? ഒരേ ലെവലിൽ വരണം കേട്ടോ. ഒരേ ഭാഗത്ത് അങ്ങനെ പോകണം. ഒരേ രീതിയിൽ തന്നെ വന്നാൽ മാത്രമേ ഇതിന് ആൻസർ കറക്റ്റ് ആവുള്ളൂ. ഇനി 842 പോയിന്റ് ഒരേ ലെവലിൽ വരുന്നു, ആൻസറിലും അതേപോലെ തന്നെ 0.248 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യന് 1/5 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തു, എന്താണ്? 0.2 ആയിരുന്നു. ഇനി 1/5 സ്ക്വയർ. 1/5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 1/5 × 5 തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/25 ആണ്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. 1/25 എന്തായിരുന്നു? 0.4 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, സോറി, 0.04 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 0.04 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി 1/5 ക്യൂബ്. 1/5 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/5 ക്യൂബ് ഈക്വൽ ടു 1/5 × 5 × 5. അപ്പോൾ 5 × 5 എന്ന് പറയുമ്പോൾ 25 ആണ്. 25 × 5 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? 125 ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? 0.008 ആയിരുന്നു അല്ലേ. ഇത് മൂന്നും കൂടെ നമുക്ക് ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? 0.248 എന്ന് കിട്ടിയിട്ടില്ലേ. അപ്പോൾ അത് നമ്മളിവിടെ എഴുതാം. 0.248 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. കാരണം ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 1/5⁴ ആണ്. ഈ 1/5⁴ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/5 × 5 × 5 × 5, അതായത് 1/625 അല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഈ 1/625നെ നമുക്ക് 625 ആണ് ഡിനോമിനേറ്ററിൽ അല്ലെങ്കിൽ ഛേദത്തിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഗുണിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? 16 കൊണ്ട് അല്ലേ. 1 × 16/625 × 16 എന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടുന്നത്? 1 × 16 എന്ന് പറയുമ്പോൾ 16 ആണ്. 625 × 16 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 10,000 ആണ് കിട്ടുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് ആൻസർ എന്ത് വരുന്നുണ്ട്? ഇതിൻ്റെ ദശാംശ രൂപം ഡെസിമൽ ഫോം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ 16 എന്ന് എഴുതും. 1 2 3 4 zeros ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? 2 0 കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് 0.0016 എന്ന് കിട്ടും അല്ലേ. ഈ 0016ഉം നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള 0.248ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഇതിന് ആൻസർ കിട്ടൂലേ? 0.0016 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6942496 എന്നാണ് നമുക്ക് കിട്ടുക കേട്ടോ. 0.2496 എന്നാണ് ഇതിന് ആൻസറായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലേ. ഈ 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ് ഡിനോമിനേറ്ററിൽ എന്നുണ്ടെങ്കിൽ 2 × 5, അതുപോലെ തന്നെ 1 × 5 അല്ലേ. അപ്പോൾ 5/10 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. നമുക്കറിയാലോ 5/10 എന്ന് പറയുമ്പോൾ 0.5 ആണ്. ഇനി 1/2 സ്ക്വയർ. 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 1/2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ആണ്. ഈ 1/4നെ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്തിട്ടുണ്ടായിരുന്നത്? 1/4 × 25 അല്ലേ. 4 ആണ് ഡിനോമിനേറ്ററിൽ എന്നുണ്ടെങ്കിൽ 25 കൊണ്ടാണ് നമ്മൾ ഗുണിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? 25/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 2 ആൻസർ കിട്ടിയിട്ടോ. ഒന്നാമത്തെ എന്തായിരുന്നു? 0.5 ആണ്. രണ്ടാമത്തേത് 0.25 ആണ്. ഇനി 1/2⁵3. 1/2⁵3 എന്ന് പറഞ്ഞാൽ, അതായത് 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 × 2 × 2 എന്ത് കിട്ടുന്നുണ്ട്? 2 2 4 4 2 8 1/8 എന്ന് കിട്ടും. 8 ഡിനോമിനേറ്ററിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഗുണിച്ചിട്ടുണ്ടായിരുന്നത്? 125 കൊണ്ട് അല്ലേ. അപ്പോൾ 1 × 8 1/8 × 125 എന്ന് ചെയ്യണം. രണ്ടിടത്തും നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ 125 കൊണ്ട് ചെയ്യണം അല്ലേ. 125/125 × 8 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏത് നമ്പറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? നമുക്കറിയാലോ. ഏത് നമ്പറായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്? യെസ്, 1000 എന്ന നമ്പറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 125/1000 എന്ന് പറയുമ്പോൾ 0.12
5 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 നമ്പറുകളും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സമ്മ് കാണാനില്ല, തുക കാണാനല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 0.5 പ്ലസ് 0.25 പ്ലസ് 0.125 നമ്മൾ ഒന്ന് ആഡ് ചെയ്തൊക്കെ ഒന്ന് കൂട്ടി നോക്കാം അല്ലേ. 7, 8, 0.875 ആണ് ഇതിൻ്റെ ആൻസർ കിട്ടുക കേട്ടോ. 0.875. ഓക്കെ, സെറ്റ് അല്ലേ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എ 2 ഡിജിറ്റ് നമ്പർ ഡിവൈഡഡ് ബൈ അനദർ 2 ഡിജിറ്റ് നമ്പർ ഗിവ്സ് 5.875. വാട്ട് ആർ ദ നമ്പേഴ്സ്? അതായത് നമുക്കിപ്പോൾ ഒരു രണ്ടക്ക സംഖ്യ, ഏത് രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് 20, 25, 30, 40, 80 എന്ത് വേണമെങ്കിലും ആവാം അല്ലേ. ഈ രണ്ടക്ക സംഖ്യനെ വേറൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയതാണ് ഈ 5.875. അപ്പോൾ ഏതാണ് ആ നമ്പർ എന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാം, ഈ ഇവരുള്ള സംഖ്യ ഏതാണ്, അതായത് ഇവിടെയുള്ള ദശാംശ സംഖ്യ നമുക്ക് തന്നിട്ടുണ്ടാവും. ഈ ദശാംശം ഏതാണ്, 5.875 അല്ലേ. ഇതിനെ നമ്മൾക്കറിയാവുന്ന രീതിയിൽ, അതായത് ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ 10ൻ്റെ പവർ വരുന്ന രീതിയിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 5875 ബൈ പോയിൻറ്റിന് ശേഷം 3 zeros ഉണ്ട്, അതുകൊണ്ട് നമ്മൾ 3 0 താഴെ ഇട്ടു. പോയിൻറ്റിന് ശേഷം 3 സംഖ്യകളുണ്ട്, അതുകൊണ്ട് നമ്മൾ 3 zeros ഇട്ട് കൊടുക്കും അല്ലേ. ഈ ഒരു രീതിയിൽ എഴുതാം. ഓക്കെ, എന്നിട്ട് നമുക്കിതിനെ എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒന്നെങ്കിൽ ഇതിന് ഈ 875 എന്ന് പറയുന്ന നമ്പർ കാണുമ്പോൾ നമുക്ക് 25 കൊണ്ട്, അതുപോലെ 2 പ്രാവശ്യം 25 കൊണ്ട് നമ്മൾ ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ, ഈ 5875 നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റും. നോക്കിയേ, ഇവിടെ നമുക്ക് 5 കൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, ഒരു 5, 8ൽ ഒരു 5 പോകുന്നുണ്ട്, ബാക്കി നമുക്ക് 3 വരും അല്ലേ. അപ്പോൾ 37 അടുത്ത സംഖ്യ വരുന്നത്. 37 എന്ന് പറയുമ്പോൾ 7, 5, 35 വരും. ബാക്കി ഇവിടെ 2 വരുന്നുണ്ട്, അപ്പോൾ 25 വരും. 5, 5, 25. ഇനി നമുക്ക് 5 കൊണ്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 2, 5, 10 വരും. 17 ആണല്ലേ പിന്നെ വരുന്നത്, അതായത് ഇവിടെ 10 ആണല്ലോ വരുന്നത്. അപ്പോൾ ഇവിടെ ഒന്നുണ്ടാവും ബാലൻസ്. അപ്പോൾ ഈ 1ഉം 7ഉം കൂടി ചേർത്തിട്ട് നമുക്ക് 17 കൊടുക്കാം. 17ൽ 3, 5, 15 ആണ്. അപ്പോൾ വീണ്ടും ഇവിടെ 2 ഉണ്ടാവും. 2, 5, 25 വരുമ്പോൾ 5, 5, 25, 235 വരും. വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. 5 കൊണ്ട് 5ൽ എന്തുണ്ട്, 4, 5, 20 ആണ്. 4, 5, 20, ബാക്കി 3 ഉണ്ടാവും. അപ്പോൾ 35 ആവും. 35, 7, 5, 35, 47 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ വരുന്നത് അല്ലേ. നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും, 5 × 5 × 5, അതായത് 5 ക്യൂബ് ഇൻറ്റു 47 എന്ന് എഴുതിക്കൂടെ. 5 ക്യൂബ് ഇൻറ്റു 47 എന്ന് എങ്ങനെ എഴുതാൻ പറ്റും, ഈ 5875 നമുക്ക് എഴുതാൻ പറ്റും. ഇതുപോലെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഞാൻ ആ ഒരു മെത്തേഡ് കൂടെ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 1000നെയും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 5 ചെയ്യുമ്പോൾ ഇവിടെ 10 ആണല്ലേ ഫസ്റ്റിൽ വരുന്നത്, 1 ആണ് വരുന്നത്, എടുക്കേണ്ടത് 10 വരുമ്പോൾ 2, 2, 5, 10 വരും. പിന്നെ നമുക്ക് 200 എന്ന് വരും അല്ലേ, പൂജ്യങ്ങളാണ് അവിടെ ഇട്ട് കൊടുക്കാം. വീണ്ടും 5 കൊണ്ട് ചെയ്യുമ്പോൾ 4, 5, 20 ആണ്, 0 വരും. വീണ്ടും നമുക്ക് 5 കൊണ്ട് ചെയ്യാൻ പറ്റും, 8, 5, 40 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, 5 ക്യൂബ്, 5 3 ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ 5⁻3 × 8 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ 1000 എന്നെഴുതിയ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതേ രീതിയിൽ എഴുതാൻ പറ്റും. ഇതിനെ നമ്മൾ ഈ ഒരു രീതിയിൽ എങ്ങനെ എഴുതാം, 5 ക്യൂബ് × 8 എന്ന് ഇതിൻ്റെ താഴെ എഴുതാൻ പറ്റും, ഡിനോമിനേറ്ററിൽ എഴുതാൻ പറ്റും. 5 ക്യൂബ് × 8. ഇനി നമ്മൾക്ക് ഈ ഒരു 5 ക്യൂബ് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ബാക്കി എന്ത് വരുന്നുണ്ട്, 47/8. ഇതിനെ ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. പക്ഷേ നമ്മളെങ്ങനെ നോക്കിയാലും ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനും ഒന്നും പറ്റൂല അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ, പക്ഷേ ഇവിടെ എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, 2 ഡിജിറ്റ് നമ്പർ, അതായത് രണ്ടക്ക സംഖ്യനെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് എന്തെങ്കിലും ഡിവൈഡ് ചെയ്യണം അല്ലേ, ഹരിക്കണം. ഇവിടെ നമുക്ക് രണ്ടക്ക സംഖ്യ കൊണ്ട് ഒരൊറ്റ സംഖ്യ കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കാം. 47 × 2 ചെയ്യുമ്പോൾ ഒരു രണ്ടക്ക സംഖ്യയാണെങ്കിൽ അവിടെ മേലെ എന്തായാലും നമുക്ക് രണ്ടക്ക സംഖ്യ തന്നെ കിട്ടും. ഇനി താഴെ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ മുകളിലും താഴെയും എന്തൊരു സംഖ്യ എടുത്താലും നമ്മൾ എന്ത് ചെയ്താൽ മതി, മുകളിലും താഴെയും അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസറിൽ എന്ത് ചെയ്യില്ല, മാറ്റങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ 47 × 2 ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 94 ആയിരുന്നു കേട്ടോ. 94 രണ്ടക്ക സംഖ്യയാണല്ലോ, നോ പ്രോബ്ലം. പിന്നെ 8 × 2 അറിയാം, 16 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഇതാണ് കേട്ടോ. ഇത്രയും നമ്മൾ ചെയ്യണം. നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടിയില്ല എന്ന് കരുതിയിട്ട്, അതായത് ഒരൊക്ക സംഖ്യയാണ് കിട്ടിയത് എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതവിടെ നിർത്തി പോകേണ്ട. രണ്ടക്ക സംഖ്യ ആവാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ, ഇത് സെറ്റാണല്ലോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5875നെ നിങ്ങൾക്ക് പ്രൈം ഫാക്ടറൈസേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം അല്ലേ, ഹരിക്കണം.
അപ്പോൾ നിങ്ങളിവിടെ 5 കൊണ്ടാണ് ഹരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അല്ലേ. അപ്പോൾ അതിന് പകരം ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്കിവിടെ 125 കൊണ്ട് ഹരിക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 125 കൊണ്ട് ഇതിനെ ഹരിക്കുന്നു. അപ്പോൾ 4 125 എന്ന് പറയുമ്പോൾ 500 വരുന്നത്, 500 വരും. ഓക്കെ, അപ്പോൾ 4 × 125 500 വരുന്നത്. 7 8 5 ഇവിടെ താഴെ ഉണ്ടാവും. ഇനി 7 125 ഞാൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് 875 എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 47 എന്ന് കിട്ടിയില്ലേ. അതായത് 47 × 125 നമുക്ക് എന്ത് ചെയ്യാം, 47 × 125 എന്ന് നമുക്കിതിനെ എഴുതിയാൽ, ഇനി താഴെയാണെങ്കിൽ നമുക്കറിയാം ഏതാണ് വരുന്നുള്ളത്, 1000 ആണ് വരുന്നത് അല്ലേ. അതായത് 8 × 125 1000 വരുന്നത്. അപ്പോൾ 125 125 ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 47/8 എന്ന് തന്നെ അപ്പോഴും കിട്ടും. എന്നിട്ട് നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ നമ്പേഴ്സ് 1/10 11/10 111/1000 ഗെറ്റ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/9. അതായത് ഇപ്പോൾ നമ്മളുണ്ടല്ലോ ഒരു ഈ 1/10 11/10 111/1000 ഈ സംഖ്യകളൊക്കെ 1/9 വളരെ അടുത്താണ് നിൽക്കുന്നത് നമ്മൾക്ക് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സംഖ്യ എടുത്തു. അപ്പോൾ നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ 9 എന്ന സംഖ്യ 10 അടുത്താണ് എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ 10 നിന്നും 9 നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ സംഖ്യ കിട്ടുന്നു എന്നല്ലേ, അതായത് 1 കിട്ടുന്നു അല്ലേ. അപ്പോൾ 8 9 10 അടുത്താണെന്ന് പറയുമ്പോൾ എന്താണ്, അങ്ങനെ നമുക്കറിയാൻ പറ്റും അല്ലേ. 10 നിന്നും ഈ സംഖ്യ കുറക്കുമ്പോൾ നമുക്ക് ചെറിയ സംഖ്യയാണ് കിട്ടുന്നത്. അതേപോലെ 18 20 തൊട്ടടുത്ത സംഖ്യയാണെന്ന് പറയുമ്പോൾ 20 നിന്നും 18 കുറക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു ആൻസറാണ് കിട്ടുന്നതാണ് അല്ലേ. അതേപോലെ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാം, ഈ 1/10 11/10 സോറി 1/10 11/10 100 കേട്ടോ. 11/100 ആണ്, 11/100 എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അതേപോലെ 111/1000 ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഈ 1/9 കൊണ്ട് 9 നിന്ന് നമ്മളൊന്ന് ആ ഒരു രീതിയിൽ നമ്മളൊന്ന് എഴുതി നോക്കട്ടെ. അതായത് സബ്ട്രാക്ഷനാണ് ഇവിടെ നടത്തുന്നത്, കുറക്കലാണ് നടക്കുന്നത്. എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഈ 1/9 അടുത്തുണ്ടെന്ന് പറഞ്ഞത്, 1/9 നിന്ന് 1/10 നമ്മൾ കുറക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, നമുക്കറിയാം ഇത് നമ്മൾ പൊതുവേ ചെയ്യാറുള്ളതാണ് അല്ലേ. എന്ത് ചെയ്യുന്നു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ രീതിയിൽ ചെയ്യും. 10 ഡിനോമിനേറ്ററിൽ 10 × 9 90 എന്ന് വരും. പിന്നെയോ 10 × 1 10 -9 9 × 1 9. അപ്പോൾ 10 - 1 9 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്, 1/90 എന്ന് നമുക്ക് കിട്ടും അല്ലേ. 1/90 എന്ന് കിട്ടും. ഇനി അടുത്ത് എന്താണ്, 1/9 - 11/100. ഇതെന്താ കിട്ടുന്നത്, നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 900/100 9 × 11 പറയുമ്പോൾ 99 അല്ലേ. 100 - 99 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/900 എന്ന് കിട്ടും. ഇനി അടുത്ത ഇതാണ് അല്ലേ, 1/9 - 111/1000. അപ്പോൾ എന്ത് കിട്ടും, 9000/1000 മൈനസ് 111 × 9 എന്ന് പറയുമ്പോൾ എന്ത് വരും, 999 വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/9000 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയല്ലേ കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന നമ്പർ ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, 1/90, അതേപോലെ 1/900, പിന്നെയോ 1/9000. ഈ സംഖ്യകളാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അതായത് 1/9 നിന്ന് നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്, ഇതിൻ്റെ ഡിഫറൻസ് കുറഞ്ഞു വരികയാണെന്നാണ് നമുക്കിതിന് കിട്ടുന്നത് അല്ലേ. അതായത് ഇതിന് നമ്മൾ കുറക്കുന്ന സമയത്ത് തമ്മിലുള്ള അകലം എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 19 18 എന്നൊക്കെ പറയുമ്പോൾ 20 അടുത്തതാണെന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് 1/90 കിട്ടുന്നത്. 1/10 ചെയ്തപ്പോൾ നമുക്ക് 1/90 കിട്ടും. അതേപോലെ 1/900 കിട്ടുന്ന എന്താണ്, 11/100 ചെയ്തപ്പോൾ അതിന് മൈനസ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ആ ഡിഫറൻസ് കുറയുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1/9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.111 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്, ഓർക്കുക കേട്ടോ. 2/9 എന്ന് പറയുമ്പോൾ 0.222 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, 3/9 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതെന്താണ്, 0.333 ഇങ്ങനെ തന്നെയാണ് കേട്ടോ പോകുന്നത്. 3 ഇങ്ങനെയാണ്, പക്ഷെ നമുക്ക് 1/, എന്ത് കൊടുക്കാൻ പറ്റും, 1/3 ആണ് ഇതിന് ഈക്വൽ ആയിട്ടുള്ളത്. ഇതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 3/9 എന്ന് പറഞ്ഞാൽ നമുക്ക് 1/3 എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. 1/3 എന്ന് പറഞ്ഞാലും 3/9 എന്ന് പറഞ്ഞാലും എന്താണ്, 0.3333 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി
4/9 എന്ന് പറയുമ്പോൾ 0.44 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. 5/9 എന്ന് പറയുമ്പോൾ 0.555 കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. 6/9 എന്ന് പറയുമ്പോൾ 0.6666 അങ്ങനെ പോകുന്നുണ്ട്. ഇനി 6/9 എന്ന് പറയുമ്പോൾ അതിന് നമ്മൾക്ക് വേറൊരു ഫോമുണ്ട്, 2/3 എന്ന ഫോമാണ് കേട്ടോ. 2/3 എന്ന് പറഞ്ഞാലും 6/9 എന്ന് പറഞ്ഞാലും എന്താണ് 0.6666 അങ്ങനെ പോകും. 7/9 എന്ന് പറയുമ്പോൾ 0.777 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. 8/9 എന്ന് പറയുമ്പോൾ 0.888 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, 9/9 എന്ന് പറയുമ്പോൾ എന്താണ് 0.999 അങ്ങനെ പോകുകയാണോ? നെവർ. 9/9 എന്ന് പറയുമ്പോൾ അതിന് ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ആണ് കേട്ടോ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ ആണെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ആണ്, മറക്കരുത്. ഇനി ഇവിടെയുള്ള ക്വസ്റ്റ്യൻ അല്ല, എന്നാലും ഞാൻ പറയാണ്. 10/9 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10ൽ ഒരു പ്രാവശ്യം പോകുന്നുണ്ട് അല്ലേ? ബാക്കി എന്ത് ചെയ്യുക? 1 1 1 1 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഇനി 11/9 ആണെങ്കിലോ 1.222 കണ്ടിന്യൂസ് ആയിട്ട് പോകും. അതായത് 11ൽ നിന്നും 9 മൈനസ് ചെയ്യുന്നു എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് 2 അല്ലേ കിട്ടുന്നത്, അപ്പോൾ ആ 2 ആണ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. 1 എന്തായാലും ഇവിടെ ഉണ്ടാകും. ഇനി 12/9 ആണെങ്കിൽ 1.3333 കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. 12/9 എന്ന് പറയുമ്പോൾ എന്താണ് 3 ആണ് അല്ലേ? ഇനി നമുക്ക് ഇതിനെ തന്നെ വേറെ രീതിയിലും എഴുതാൻ പറ്റും. അതെന്തായിരുന്നു? 12/9 എന്ന് പറയുമ്പോൾ 4/3 ആണ് കേട്ടോ. രണ്ടും സെയിം തന്നെയാണ്, മറക്കരുത്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 12, 13, 14, 15 അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി 15/9 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം എന്ത്? 15/9 ഈസ് ഈക്വൽ ടു 5/3 ആണ്. അതായത് 15 മൈനസ് 9 എത്രയാണ്? 6 അല്ലേ? 1.6666 അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ 9 ഡിനോമിനേറ്ററിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 2/3? നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? 2/3 എന്നാണ്. 3 ആണ് ഡിനോമിനേറ്ററിൽ. നമുക്ക് എന്ത് ചെയ്യാം? 3നെ വേഗം 9ലോട്ട് മാറ്റാൻ പറ്റുമോ നോക്കാം. 3 × 3 ചെയ്യാം അല്ലേ? 9 ആണ്. അതേപോലെ നമുക്ക് ന്യൂമറേറ്ററിലും 3 കൊണ്ട് ചെയ്താൽ പോരെ? അപ്പോൾ എന്ത് കിട്ടും? 6/9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.66666 കണ്ടിന്യൂസ് ഫോമാണ് അല്ലേ? കണ്ടിന്യൂസ് ആയിട്ട് ഈ 6 തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ ഇതിന് ആൻസർ കേട്ടോ. അടുത്തത് ഇത് നോക്കിയേ, കമ്പ്യൂട്ട് ദ ഫോളോവിങ് ആൻഡ് റൈറ്റ് ആൻസേഴ്സ് ഇൻ ഡെസിമൽ ഫോം. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം 0.111 ഇത് കുറേ എക്സാമിന് ചോദിച്ചിട്ടുള്ള കേട്ടോ. 111 എന്ന് പറയുമ്പോൾ എന്താണ്? 1/9 അല്ലേ? അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. പ്ലസ് 0.22222 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിന് 2/9 എന്ന് പറയും. ഇനി നമുക്കറിയാം ഇതിൻ്റെ ഛേദങ്ങൾ അതായത് ഡിനോമിനേറ്ററിൽ സെയിം ആണെങ്കിൽ ആഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഡിനോമിനേറ്ററിൽ അതേപോലെ നമ്മൾ നിർത്തിയിട്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ? കൂടെ ആഡ് ചെയ്യാനായതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ 2 + 1 എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലേ? അപ്പോൾ എന്താ ആൻസർ വരുന്നത്? 3/9 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.3333 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ് ഇതിന് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് 0.33 കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ 3/9 പ്ലസ് 0.7777 കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ 7/9 എന്ത് കിട്ടുന്നുണ്ട്? ഡിനോമിനേറ്ററിൽ 9 ആണ്, അത് അതേപോലെ നമ്മൾ നിർത്തുന്നു. 7 + 3 എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലേ? അപ്പോൾ 10/9 എന്ന് പറഞ്ഞാൽ എന്താണ്? 1.111 കണ്ടിന്യൂസ്. ഈ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, അത് മറക്കരുതേ. 1.11111 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഓക്കെ, അടുത്തത് എന്താണ്? 0.333 × 0.666. അപ്പോൾ 0.3 എന്ന് പറയുമ്പോൾ 0.3333 എന്ന് പറയും 3/9 ഇൻറ്റു 0.6666 6/9 അല്ലേ? ഇനി നമ്മൾ ഗുണിക്കുന്ന സമയത്ത് ആദ്യത്തെ ഈ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ഗുണിച്ചിട്ട് ഡിനോമിനേറ്ററിൽ എഴുതും. അതായത് 9 × 9 81 ആണ്. 6 × 3 18 ആണ്. ഇനി നമുക്കിവിടെ ഇതിനൊന്ന് ചെറുതാക്കാൻ പറ്റുമോ നോക്കിയേ? നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല, വളരെ എളുപ്പമായിട്ട് ചെറുതാക്കാൻ പറ്റും. അതായത് 18ൽ 2 9 18 ആണ്. അപ്പോൾ നമുക്ക് 2 എന്ന് എഴുതാം. 9 9 81 ആണ്. രണ്ടും എന്താണ്? 9ൽ തന്നെ പോകുന്ന സംഖ്യകളാണ്. അപ്പോൾ 2/9 എന്ന് കിട്ടും. ഈ 2/9 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.222 കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ 0.2222 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ് ഇതിന് ആൻസർ കിട്ടുന്നത്. സെറ്റ് അല്ലേ? അടുത്ത നോക്കിയേ, ഫോർ ഈച്ച് ഓഫ് ദ ഫ്രാക്ഷൻസ് ബിലോ റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് എ ഫ്രാക്ഷൻ വിത്ത് ഡിഫറൻസ് ലെസ് ദാൻ 1/1000. അതായത് 1/1000 കുറവായ ഒരു സംഖ്യയുടെ ദശാംശ രൂപം എഴുതാനാണ്. അതായത് ഇവിടെയുള്ള ഭിന്നസംഖ്യയുമായുള്ള വ്യത്യാസം കേട്ടോ. ഭിന്നസംഖ്യയുമായുള്ള വ്യത്യാസം 1/1000 കുറവായിട്ടുള്ള ഒരു സംഖ്യയുടെ ദശാംശ രൂപം എഴുതാനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഫസ്റ്റ് നമ്പർ എന്താണ്? 1/3 ആണ് അല്ലേ? നമ്മളിതിന് ചെയ്യാൻ പോകുന്നത് ഈ 1/3 ഇവിടെ പറഞ്ഞിട്ടുള്ള സംഖ്യ ഏതാണ്? 1/1000 എന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് 1000 കൊണ്ട് ഗുണിച്ച് നോക്കാം. അപ്പോൾ എന്ത് കിട്ടി? 1 × 1000/3 അല്ലേ? അപ്പോൾ 1000/3 എന്ന് നമുക്ക് കിട്ടും. ഈ 1000/3 നമ്മൾക്ക് ഇതിനെ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ രീതിയിൽ എഴുതുന്ന സമയത്ത് ഓക്കെ നമുക്ക് എന്താ കിട്ടുന്നത്?
3 3 9, വീണ്ടും 3 3 9, 3 3 9 1 കിട്ടും അല്ലേ. അപ്പോൾ നമ്മളിതിന് മിക്സ്ഡ് ഫ്രാക്ഷൻ ഞാൻ ഒന്നുകൂടെ എഴുതി തരാം. ഇവിടെ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന രീതിയിൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനൊന്നിങ്ങനെ ഒന്ന് മാറ്റിയിടാം അല്ലേ. അതായത് 333 പ്ലസ് ഇനി ഈ താഴെയുള്ള ആൾ മുകളിലോട്ട് വരും, അതായത് 1/3. ഇവിടെ ഈ സൈഡിലുള്ള ആൾ എന്ത് ചെയ്യുന്നു? താഴോട്ടും പോകുന്നു, ഈ ആൾ മുകളിലോട്ടും പോകുന്ന രീതിയിൽ നമ്മൾ എഴുതാം. ഓക്കെ, അപ്പോൾ 333 പ്ലസ് 1/3 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്പറിനെ എഴുതാൻ പറ്റും. ഓക്കെ, 1000/3 എന്ന നമ്പറിനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 1000നെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അതായത് 1/3 = 333 പ്ലസ് 1/3. ഇതിവിടെ ഗുണിക്കാനാണ്, ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത് ഹരിക്കാനാവുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം = 333/1000 അല്ലേ. ഈ ബ്രാക്കറ്റിനെ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ആദ്യം ഇത് തമ്മിൽ ഗുണിക്കുന്നു, അതായത് ഇവിടെ ഹരിക്കാനാണല്ലോ, അപ്പോൾ ഹരിക്കുന്നു. പ്ലസ് പിന്നെ എന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് നമുക്കറിയാം 1/3 ആണ് അല്ലേ. 1/3 / 1000 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതിനെ 1/3000 എന്ന് എഴുതാൻ പറ്റും അല്ലേ. 1/3000. അപ്പോൾ 333 പ്ലസ് 333/1000 പ്ലസ് 1/3000 എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ. ഇത് 1/3 ആണല്ലോ. 1/3 = 333/1000 പ്ലസ് 1/3000 എന്നതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ, അതായത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ 1/3ൻ്റെ കൂടെ നമ്മൾ ഈ നമ്പറിനെ കൊണ്ടുവന്നു. ഡിഫറൻസ് അല്ലേ നമ്മളോട് കാണാൻ പറ്റുള്ളൂ. ഡിഫറൻസ് ലെസ് ദാൻ 1/1000 എന്നല്ല. അപ്പോൾ 1/3 - 333/1000 എന്ന് കൊടുത്തു. നമ്മൾ ഇതിനിങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് = 1/3000 എന്ന് കിട്ടും അല്ലേ. ഇനി ഈ 1/3000 എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നമ്പറാണ്. 1/3000 എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു നമ്പറാണ് അല്ലേ. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യാം? അത്രയും ചെറിയൊരു നമ്പർ ആയതുകൊണ്ട് നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 1/3 = 333/1000 എന്ന് വരും. അതായത് ഈ 333/1000നെ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ എഴുതാറുള്ളത്? ഇവിടെ താഴെ 3 zeros ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 0.333 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദശാംശ രൂപം, അതായത് ഡെസിമൽ ഫോം. ഇനി ഇങ്ങനെ തന്നെ നമുക്ക് 1/6നെയും എഴുതാൻ പറ്റുമല്ലോ. സിമ്പിളായിട്ട് എഴുതിക്കൂടെ? അത് നിങ്ങൾ ചെയ്യാം കേട്ടോ. 1/6ഉം 3/2ഉം 5/6ഉം 1/7 നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അതായത് ഈ 1/6നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1/6 × 1000 ചെയ്യുന്നു. എന്നിട്ട് അതിനെ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുന്നു കേട്ടോ. ഈ 1000/6നെ നമ്മൾക്ക് 166 എന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 166 പ്ലസ് 4/6 എന്ന രീതിയിലാണ് അത് വരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ, ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്. ഞാനത് ഇനി 1-2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആയിട്ട് സെൻഡ് ആക്കി തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.